എയിംസ് സ്ഥാപിക്കേണ്ടത് കോഴിക്കോട് കിനാലൂരിലെന്ന് VT സൂരജ് MLA. കിനാലൂരിനായി കോഴിക്കോട്ടെ എംപിമാരും MLAമാരും ഒരുമിച്ച് നിൽക്കുമെന്നും VT സൂരജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എയിംസിനായി ബാലുശ്ശേരിയിൽ ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയ MLA കോഴിക്കോടിന് സമഗ്ര വികസനം ഉണ്ടാക്കുന്ന പദ്ധതി മാറിപ്പോകാൻ അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. വേണമെന്ന് തന്നെയാണ് ബാലുശ്ശേരിയുടെയും കോഴിക്കോടിൻ്റെയും പൊതുവികാരം. എല്ലാ MLAമാരും ഒപ്പിട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ. കാരണം ബാലുശ്ശേരിയിൽ വലിയ 151 ഏക്കർ ഭൂമി ഏറ്റെടുത്തതാണ്. ഇനിയും ഭൂമി ഏറ്റെടുക്കാൻ നിൽക്കുകയാണ്. കോഴിക്കോടിൻ്റെ ഒരു സമഗ്ര വികസനം ഉണ്ടാവേണ്ട ഒരു പദ്ധതി കോഴിക്കോട് നിന്ന് മാറിപ്പോവാൻ ഞങ്ങളാരും അനുവദിക്കില്ല. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക്, അത് കോഴിക്കോട് നിലനിർത്താൻ വേണ്ടിയുള്ള, കോഴിക്കോട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ചേർന്ന് പ്രവർത്തിക്കും. ആകാശ് തരത്തിൽ വിശദാംശങ്ങളുമായി ചേർന്നു. ആകാശ്, ഗുഡ് മോർണിംഗ്. മനസ്സിലാക്കിയെടുത്തോളം 150 മുതൽ 200 ഏക്കർ വരെ ഭൂമി കിനാലൂരിൽ എയിംസിന് വേണ്ടി നീക്കി വച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കും എന്ന, അല്ലെങ്കിൽ കേരളം ഒരു എയിംസ് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതുവരെയും ഇത്രയും നാളും കഴിഞ്ഞ ബജറ്റ് വരെയും കേരളത്തോട് അവഗണനയായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അപ്പോഴും നമ്മൾ പ്രതീക്ഷയിലാണ് ഒരു എയിംസ് എപ്പോഴെങ്കിലും കേന്ദ്ര ബജറ്റിൽ ഇടം പിടിക്കുമെന്ന്. കേരളത്തിൽ പലയിടങ്ങളും എയിംസിന് വേണ്ടി പരിഗണിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ നിന്ന് പോയ BJPയുടെ മന്ത്രിമാരും MPമാരും ഒക്കെയും പല വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ VT സൂരജ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിനാലൂരിന് ഒരു എയിംസ് വേണം, അതിന് എത്ര കണ്ടാണ് പിന്തുണ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും VT സൂരജ് പറഞ്ഞു വെക്കുന്നത്, ഈ ബാലുശ്ശേരി മണ്ഡലത്തിലെ നിലവിലെ MLA ആണ് VT സൂരജ്. കിനാലൂർ ഭാഗം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ വലിയ വികസന, സമഗ്ര വികസനത്തിനാണ് ഈ എയിംസ് കിനാലൂർ വന്നു കഴിഞ്ഞാൽ നടപ്പാക്കുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2014 മുതൽ എയിംസിനായിട്ട് കിനാലൂരിൽ 151 ഏക്കറോളം ഭൂമി വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ 100 ഏക്കറോളം ഇനി അധികം ഭൂമിയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. കൂടാതെ തന്നെ ഈ എയിംസുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് 4 ജില്ലകളാണ്, തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്, ഈ 4 ജില്ലകളിൽ എയിംസ് ആവാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മലബാറിനോടുള്ള തികച്ചും അവഗണനയാണ്. കാരണം കഴിഞ്ഞ CPM സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഈ വിമർശനമുണ്ടായിരുന്നു. നിലവിലെ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഈ കാര്യവുമായി രംഗത്ത് വന്നിരുന്നു. മലബാറിനോട് കാണിക്കുന്ന അവഗണനയാണ്. കിനാലൂരിൽ ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തിട്ടും ഈ രീതിയിൽ മറ്റു ജില്ലകളിലേക്ക് എയിംസ് മാറുന്നത്, അത് വലിയ രീതിയിൽ മലബാറിലെ തന്നെ ആളുകളെ ചതിക്കുന്നതും വഞ്ചിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിനാൽ തന്നെ സർക്കാർ ഈ നീക്കത്തിൽ നിന്നും പിന്നോട്ട് പോകണം. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയായിരുന്നു MLAയോട് പ്രതികരണം ആവശ്യപ്പെട്ടത്. അതിൽ MLAയും ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോഴിക്കോടിന് സമഗ്ര വികസനത്തിനും ബാലുശ്ശേരിയുടെ വികസനത്തിനുമൊക്കെയായി എയിംസ് കിനാലൂരിൽ തന്നെ വരണം. അതിൻ്റെ ഭാഗമായി ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ 100 ഏക്കറോളം ഭൂമിയും ഇനി ഏറ്റെടുക്കാനും തയ്യാറാണ്. അതിനാൽ തന്നെ ഈ എയിംസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ VT സൂരജ് പറഞ്ഞു വെക്കുന്നു. കോഴിക്കോട് MLAമാർ നിലവിൽ മുഖ്യമന്ത്രിക്കും കൂടാതെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും കോഴിക്കോട് നിന്ന് എയിംസ് മാറ്റരുത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് പോരാട്ടത്തിനും രാഷ്ട്രീയ ഭേദമന്യേ പോരാട്ടത്തിന് ഇറങ്ങുമെന്നാണ് VT സൂരജ് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ബാലുശ്ശേരിയിലെ കിനാലൂരിൽ വലിയ തരത്തിലുള്ള ആളുകളിലേക്കും ഈ എയിംസുമായി ബന്ധപ്പെട്ട് എയിംസ് ഇവിടേക്ക് എത്തുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. വീട് ഉൾപ്പെടെ വിട്ടു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും മലബാറിനെ തന്നെ അവഗണിക്കുന്ന രീതിയിലേക്ക് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ കടക്കരുത്. അതിനാൽ ഈ എയിംസ് കോഴിക്കോട് തന്നെ നിലനിർത്തണം. ബാലുശ്ശേരിയിലെ കിനാലൂരിൽ തന്നെ എയിംസ് വേണമെന്നാണ് ഇപ്പോൾ MLA കൂടിയായിരിക്കുന്ന VT സൂരജ് പറയുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രി ജില്ലയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ആരോഗ്യമന്ത്രിയുടെ തേടുന്നതായിരിക്കും. കൂടാതെ നമുക്കറിയാം ബാലുശ്ശേരിയിലെ 10ഓളം വീടുകളും കൂടാതെ സ്വകാര്യ ഭൂമികളും എല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു ഘട്ടത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ, അടുത്ത ബജറ്റിലെങ്കിലും ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിനാലൂരിൽ വലിയ രീതിയിലുള്ള ഒരു വികസനത്തിന്റെ ഒരു കുതിപ്പിലേക്ക് മലബാർ മേഖലയും കോഴിക്കോടും ആകാശ്, ഒരു പ്രഖ്യാപനം കേരളത്തിന് എയിംസ് എന്നൊരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്